ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ പോവാണ്. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവാ. എല്ലാവരും ഉണ്ട്. മേളത്തെ ഫ്ലോർ ഫുൾ ഉണ്ട്. എല്ലാരും വീട്ടിൽ പോയി. ഞങ്ങൾ കുറച്ച് പേര് മാത്രം. ഉണ്ണി അതായത് ഇപ്പൊ സമയം ഒരു 12 മണിയായി. 12 മണി കഴിഞ്ഞു. 12:30ക്കാണ് അന്നദാനം തുടങ്ങുന്നത്. 12 മണിക്ക് അന്നദാനം തുടങ്ങി. ഇപ്പൊ സമയം 12:30 ആയി. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഇത് സ്പീഡിൽ പോവാ ചോറ് കഴിക്കാനായിട്ട്, അന്നദാനം കഴിക്കാനായിട്ട്. തൊഴുവാൻ വേണം. നമുക്കപ്പൊ പോയിട്ട് ഇറങ്ങില്ലേ ബാ. എഴുതുന്നു സ്നേഹക്കുഞ്ഞ്. അന്റെ പോയി പോയിട്ടാവേ. എടി ഞാനാണ് ഞാൻ മറ്റേ ചെരുപ്പേ. ആ ഒന്നുമില്ല. ഉച്ചക്ക് നല്ല വെയിലുള്ള സമയത്ത് നല്ല വെയിലാണ്. അവൾമാരൊക്കെ പുറകെ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഫ്രണ്ട് നടക്കാന്ന് വിചാരിച്ച് കൊട ഉണ്ടായിട്ട് നല്ല ചൂടടിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇനി അന്നദാനം തീർന്നൊന്നും പോകത്തില്ലെന്നുള്ളൊരു ഇതിലാണ് എല്ലാരും പോകുന്നത്. ഉച്ചയ്ക്കും കൂടി ഇനി ഹോസ്റ്റലിലെ ഫുഡ് കഴിക്കാതെ അന്നദാനം പോയി കഴിക്കാം. ദൈവത്തിന്റെ ഫുഡ്, ദൈവത്തിന്റെ അല്ല, നമ്മുടെ സ്വന്തം ഫുഡ്. കുറച്ച് നടക്കാവുള്ളൂ. ഇവിടെ അടുത്തുള്ളൊരു അമ്പലമാണ്. ഇവിടെ അടുത്താണ്. ഞങ്ങൾക്ക് കുറച്ച് നടക്കാവുള്ളൂ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ എണീറ്റ് തന്നെ ലേറ്റ് ആയിട്ടാ. 11:30 സൺഡേ ആണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ലേറ്റ് ആവും എണീക്കുമ്പോ. അതെ, കഴിഞ്ഞിട്ട് അത്ര ലേറ്റ് ആയി. ഇനി ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ജസ്റ്റ് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുക, പിന്നെ അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഒരു 2 മണിയൊക്കെ ആയപ്പോ തിരിച്ചു വന്നിട്ട് ഹോസ്റ്റലിൽ പോയി ഒന്ന് കിടക്കുക സുഖമായിട്ട്. പക്ഷെ ഉറങ്ങത്തില്ല, എല്ലാവരും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വർത്തനൊക്കെ പറഞ്ഞ്. അതെ, ഉണ്ണി എന്നൊന്നും മിണ്ടാത്തെ. ഉണ്ണിക്ക് വീഡിയോയുടെ മുന്നേ വരുമ്പോ ചിലപ്പോ മിണ്ടിച്ചില്ലാത്ത അത്രേ ഉള്ളൂ. കാണിച്ചു തരാം. നിങ്ങൾ ശരിക്കും അമ്പലം കണ്ടിട്ടുള്ള, ഇടയ്ക്കൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോകാറുള്ളതാണ്. ഒന്നുകൂടെ കാണാം. നമ്മൾ അമ്പലത്തിന് അവിടെ എത്തി. വളരെയധികം ക്യൂ ആണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നു. നമ്മുടെ റോഡിലോട്ടാണ് ക്യൂ നിൽക്കുന്നത്. എപ്പോ തീരും? അപ്പൊ ഞങ്ങൾ അവിടെ നടന്നെത്തി. ഇവിടെ നല്ല ക്യൂ ആണ്. കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇവിടം വരെ ഉണ്ട്. നമുക്ക് കാണാം. ഇത് രണ്ടുപേരും ഇടയ്ക്ക് കയറി നിൽക്കുവാണ്. ഞങ്ങൾ വിനീത എടുക്കേണ്ടത് വിചാരിച്ചത് വിക്ടറൊക്കെ കാണിക്കുന്നത്. അകത്ത് കയറുമ്പോൾ കാണാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. വിനീതയൊക്കെ ഫ്രണ്ട് കയറി നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവളുമാരെ അല്ലേലും വലിഞ്ഞു കയറി ചെല്ലുന്ന കൂട്ടത്തിലായിരുന്നു. ലെറ്റ് സ്റ്റാർട്ട്. 2 കൂട്ടം പായസമൊക്കെ ഉണ്ട്. എല്ലാവരും കഴിക്കായിരുന്നു. അവളുമാരെ ഞങ്ങൾ മിസ് ചെയ്തു. അവളുമാർ അങ്ങോട്ട് പോയി, ആ സൈഡിലോട്ട് പോയി. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അവളുമാരെ. പിന്നെ ഇതേണ്ടേ ഫുഡൊക്കെ കഴിച്ചു. അമ്പലത്തിൽ ഇറങ്ങി. നല്ല ആളുണ്ടെങ്കിലും പെട്ടെന്ന് പോയി. വയറൊക്കെ നിറഞ്ഞ് 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൂട്ടം ഇച്ചിരി കുടിക്കാൻ പറ്റിയില്ല. വയർ നിറഞ്ഞപ്പോഴത്തേനും വയർ നിറഞ്ഞ് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. 7 ദിവസം ഉണ്ട്. അതിനിടയ്ക്ക് വേറെ കോമഡി ഉണ്ടായിരുന്നു. സ്നേഹക്കുഞ്ഞ് പറഞ്ഞു ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഉത്സവമാണ്. അതെങ്ങനെ നല്ല വെയിലാണ്. അപ്പൊ നമുക്ക് നേരെ റൂമിലോട്ട് ഇനി പോവാം. ഒരു പരിപാടിയില്ല. ഇനി നേരെ കയറി കിടന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ. അതാണ് ഇനി അടുത്ത പരിപാടി. ഇവിടെ ഫുള്ള് ട്രാഫിക്കാണ്, നല്ല വെയിലാണ്. അപ്പൊ ശരി, ഓക്കെ. ഞങ്ങള് വന്നു, ഡ്രസ്സൊക്കെ മാറി. അതെ, മടുത്തു. ഭയങ്കര വെയിലായിരുന്നു പുറത്ത്. അതിന്റെ ഒരു ക്ഷീണം. ഇനി ഞങ്ങള് സുഖമായിട്ട് കുറച്ചങ്ങനെ ഉറങ്ങാൻ പോവാ.
അതെ. ഉണ്ണി അപ്പുറത്തുണ്ട്, ഉണ്ണി പോയി ഡ്രസ്സൊക്കെ മാറുമൊക്കെയാണ്. എല്ലാരും ഓരോരോ പണിയിലൊക്കെയാണ്. ഭയങ്കര ചൂടാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളിപ്പോ എപ്പോഴും വീഡിയോ ഒത്തിരി ഇടുന്നില്ല, ഞങ്ങൾക്ക് ഒന്നും സമയമില്ല, അതുകൊണ്ടാ. പക്ഷെ ഞങ്ങൾ ഇനി തൊട്ടെല്ലാം എല്ലാ ദിവസവും ഇടും. ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പണ്ട് അമ്പലത്തിലൊക്കെ പോയി എല്ലാവരും കൂടെ കൂടി ചോറ് അന്നദാനം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പൊ ബൈ.